വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള ഭാഗം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആത്മാവായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷനും ദരിദ്രനും കൂടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിനെ തീയിൽ ഊതിക്കഴിച്ചാ പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോട് എന്റെ സ്വഭാവത്തിലിരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സ്വഭാവത്തിലിരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം ഉണ്ടായിരിക്കട്ടെ. പുത്രനിലുള്ളതായ നമ്മുടെ വിശ്വാസം ഒതുക്കി പരിശുദ്ധാത്മാവിന്റെ സഭയിലും വിശുദ്ധ മാമോദീസായാലും കർത്താവിന്റെ രണ്ടാമത്തെ വരവിലും എല്ലാം ഉള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കുന്നതായ ഈ സമയം, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതായ സന്ദേശം ഇന്ന് പ്രാർത്ഥനാ വിഷയമായത് അനുഭവമാകാൻ നമ്മൾ ഇപ്പോൾ യാചിക്കാൻ പോവുകയാണ്. നമുക്ക് ദൈവപ്രസാദം നേടാതെ ദൈവകോപത്തിൽ ദൈവപ്രസാദം ലഭിക്കാതെ നമ്മൾ പരാജയപ്പെട്ടതിന്റെ കാരണം നമ്മുടെ വാതുക്കൾ കിടക്കുന്ന പാപപാമ്പിനെ നമ്മൾ ഇതുവരെയും തോൽപ്പിച്ചില്ല എന്നുള്ളതാണെന്നുള്ളത് നമ്മൾ കേട്ടു. നമ്മൾ നന്മ ചെയ്യുന്നെങ്കിൽ ദൈവപ്രസാദം ഉണ്ടാകും, നന്മ ചെയ്യുന്നില്ല എങ്കിൽ പാപം വാതുക്കൾ കിടപ്പുണ്ട്. അതിന്റെ ആഗ്രഹം നമ്മളോടാണ്. നമ്മളതിനെ കീഴടക്കിയില്ലെങ്കിൽ അത് നമ്മളെ കീഴടക്കുമെന്ന് നമ്മൾ കേട്ടത്. നമ്മൾ പാപത്തെ കീഴടക്കിയോ പാപം നമ്മളെ കീഴടക്കിയോ ആ പ്രശ്നം പരിഹരിക്കാനുള്ള കൃപയാണ് ഇപ്പോൾ യാചിക്കാൻ പോകുമ്പോൾ. അതിനുവേണ്ടിയാണ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി ലോകത്തിൽ ദൈവം യേശു അവതരിച്ച് മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യന്റെ പാപശാപങ്ങൾ ഏറ്റുവാങ്ങി കാൽവരിയിൽ മരിച്ച് പാപപ്പാമ്പിന്റെ തലചതച്ചു. പക്ഷെ പാപപ്പാമ്പിന്റെ തലചതച്ചെങ്കിലും പാപം ഇപ്പോഴും നമ്മുടെ വാതിൽ കിടപ്പുണ്ടോ? അത് നമ്മളെ കീഴടക്കുന്നുണ്ടോ? നമ്മളതിനെ കീഴടക്കാത്തത് എന്താണ്? ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്താനുള്ള ആ ദൈവത്തിന്റെ ആ കൃപാവരങ്ങൾ ജ്വലിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മനുഷ്യാവതാര പ്രക്രിയയുടെയും സ്വർഗാരോഹണത്തിന്റെയും പെന്തിക്കോസ്തിയുടെയും അനുഭവങ്ങൾ നമ്മുടേതായി നമുക്ക് പാപത്തെ ജയിക്കുന്ന അനുഭവം യാചിക്കാം. അതിന് തടസ്സമായി നിൽക്കുന്നില്ല. പാപങ്ങളോടും ഒരിക്കലൂടെ യാത്ര പറയാം. സഹോദരി സംഘങ്ങളെ, മാതാപിളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതായ തിരുവചന വെളിച്ചത്തിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും ദൈവസ്നേഹത്തോടും വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ വാതുക്കൾ കിടക്കുന്ന പാപപ്പാമ്പിനെ ചവിട്ടുവാൻ വിശുദ്ധ കുർബാന അനുഭവം എങ്ങനെ സഹായിക്കും? ഇത്രയും നാളും വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടും ഇപ്പോഴും പാപപ്പാമ്പ് വാതുക്കൾ തന്നെ കിടക്കുകയാണെങ്കിൽ അതിന് കാരണം എന്താണ്? അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ കുർബാന അനുഭവം നമ്മുടെ വാതുക്കൾ കിടക്കുന്ന പാപപ്പാമ്പിനെ ചവിട്ടി അതിനെ വാലെ പിടിച്ച് സമുദ്രത്തിലേക്ക് എറിയാൻ ശക്തിയുള്ളവരാക്കുവാൻ ഈ വിശുദ്ധ കുർബാനാനുഭവം എങ്ങനെ ഉതകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തോടെ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം കേട്ടതായ ആ സന്ദേശം നമുക്ക് വളരെയധികം പ്രത്യാശ നൽകുന്നതും നമ്മളെ പേടിപ്പിക്കുന്നതുമാണ്. എന്താ ഭയപ്പെടുത്താൻ കാരണം? ഈ പാപപ്പാമ്പനെ നമ്മൾ കീഴ്പ്പെടുത്തിയില്ല, അത് നമ്മളെ കീഴ്പ്പെടുത്തും. അത് മാത്രമല്ല, ഈ പാപപ്പാമ്പൻ നമ്മളോട് ഭയങ്കര ആഗ്രഹമാണെന്നാ പറയും. ഭയങ്കര അത്യാഗ്രഹമാണ്. എന്താ, നമ്മളെ കൊണ്ടേ പോകുമെന്നാ പറയും. നമ്മളോട് വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ് വാതിൽ കിടക്കുന്നത്. വല തക്കവും കിട്ടിയാൽ കാത് തുറക്കും, അകത്ത് കയറാനും സാധ്യതയുണ്ട്. ഈ വാതിൽ കിടക്കുന്നയാള് കതവ് തുറക്കുന്നത് നോക്കിയിരിക്കുക. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ചാടി അകത്ത് കയറും. അതിനു മുമ്പേ അതിനെ നമുക്ക് ചവിട്ടാൻ സാധിക്കുന്നില്ലേ? വാതിൽ തുറന്നാൽ ഉടൻ ഈ വാതിൽ കിടക്കുന്ന പാമ്പിനെ ചവിട്ടാൻ ചെരുപ്പ് നമ്മുടെ കയ്യിലുണ്ടോ? സാധാരണ ചെരുപ്പുകൊണ്ടൊന്നും ഇത് ചാവുകയില്ല. ഇതിനെ
അടക്കാനൊക്കെയില്ല. സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കത്തിനുള്ള ആ ചെരുപ്പുണ്ടായിരിക്കും. അതോ നല്ല താമ്രം കൊണ്ടുള്ള ചെരുപ്പാകണമെന്നും ഒരിടത്തുണ്ട്. എവിടെയാണുള്ള ചെരുപ്പുണ്ട് ചവിട്ടിയാലേ ഈ പാവപ്പാമ്പിന്റെ തല ചതയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒന്ന് അടങ്ങി കിട്ടുമെന്ന് ഒതുങ്ങുന്നേ ഉള്ളൂ, തീരുകയില്ല. അങ്ങനെ പാവപ്പാമ്പിന്റെ തല ചതയ്ക്കാൻ പറ്റിയ താമ്ര ചെരുപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇതെങ്ങനെ കിട്ടി ചെരുപ്പ്? അത് സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കത്തിന് ചെരുപ്പാണെന്ന് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നമ്മുടെ ഈ ആത്മീയ നിലവാരം അളക്കണം. എനിക്ക് പാവപ്പാമ്പിന് തലയതയ്ക്കാൻ പറ്റിയ താമ്ര ചെരുപ്പ് കിട്ടിയോ? സമാധാന സുവിശേഷത്തിൽ ഒരുക്കത്തിലുള്ള ചെരുപ്പ്, ആ ചെരുപ്പായിട്ട് ഞാൻ എന്നെ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ കതവ് തുറക്കുന്നതിന് മുമ്പ് തുറന്നാൽ ഉടനെ അവന് തലയെ ചവിട്ടാൻ തക്കൊണ്ട് എന്റെ കാല് റെഡിയാണോ? ചതഞ്ഞു കഴിഞ്ഞാൽ തന്നെ വാലിട്ടടിക്കും. വലിയ ബലമുള്ള ഈ വാല്. തല ചതഞ്ഞാലും വാലിട്ടടി, അതുകൊണ്ട് കുത്തുമൊക്കെ ചെയ്യും. അത് കൊള്ളാൻ തയ്യാറാണോ? അത് കൊള്ളാനുള്ള കഴിവും നമുക്കുണ്ടായിരിക്കണം. ഈ പാവപ്പാമ്പിന്റെ വാലിന് ഭയങ്കര ശക്തിയുണ്ടെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് തല ചതഞ്ഞാലും അത് തല നിലത്ത് കിടന്നാലും വാലേ കുത്തി വാല് മുകളിലോട്ട് പൊക്കിയിട്ട് ഈ നക്ഷത്രങ്ങളുടെ 1/3 താഴോട്ട് വലിച്ചെടുത്ത് താഴോട്ട്. അപ്പൊ എന്തുമാത്രം ശക്തി! ഇതെല്ലാം മനുഷ്യർ കൊടുത്ത ശക്തിയാണ്. ഈ പാവപ്പാമ്പിനെ തീറ്റി കൊടുത്ത് നമ്മൾ വളർത്തിയതാ. അത് എന്തുമാത്രം ശക്തി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഈ ചതഞ്ഞ തല കൊണ്ട് അതൊന്നും ചെയ്യുകയില്ലെങ്കിലും തലയേക്കാൾ ബലമുള്ളതാണ് എൻ്റെ വാലിപ്പഴ്. ആ വാൽ മുകളിലോട്ട് പൊക്കാൻ അതിന് കഴിവുണ്ട്. അത് പൊക്കിയാൽ 1/3 നക്ഷത്രങ്ങളെ ചുരുട്ടിക്കൂട്ടി അതിനെല്ലാം കൂടെ തൂത്തുകൂട്ടി താഴോട്ടിടാൻ കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും വലിയ പാമ്പിന്റെ വാലിട്ട് അടിക്കുക മാത്രമല്ല, അതുകൊണ്ട് നമ്മുടെ കുതികാല് തകർക്കുകയും ചെയ്യും. ഈ പാവപ്പാമ്പിന്റെ തലയിലെ മാംസളമായ വശം മാത്രമേ ചതയുള്ളൂ. പക്ഷെ നല്ല ആണി പോലെ കൂർത്തിരിക്കുന്ന അതിന്റെ പല്ലിന് അതിനൊന്നും സംഭവിക്കില്ല. ആ പല്ല് കാലെ കൊണ്ടു കയറുകയുള്ളൂ. എന്താ? അപ്പൊ ഈ താമ്ര ചെരുപ്പിന്റെ ഉപയോഗത ഈ പല്ല് തിരിച്ച് നമ്മുടെ കാലെ കയറാതിരിക്കാനാണ് താമ്ര ചെരുപ്പ് ഇടുന്നത്. പക്ഷെ ഈ താമ്ര ചെരുപ്പിന്റെ അപ്പുറത്തോട് ഇതിന് നീണ്ടിരിക്കുന്ന അത് നമ്മുടെ കാലെ കൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ഭയങ്കര പല്ല ഇതിന്റെ. ആ വലിയ പല്ലുകളൊക്കെയും ഈ താമ്ര ചെരുപ്പ് കൊണ്ട് തകരുമെങ്കിലും തകരാത്ത ഒരു പല്ല് നിന്നാൽ മതി കാലെ കൊള്ളാൻ. ഈ താമ്ര ചെരുപ്പ് എവിടം വരെയാ? അത് നമ്മുടെ കാലിന് മുട്ടുവരെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പല്ലിന് ചില അംശങ്ങൾ ഇങ്ങോട്ട് കയറി വന്ന് കൊള്ളാതിരിക്കുകയുള്ളൂ. ഇങ്ങനെ ഒത്തിരി മുൻകരുതലുകൾ ചെയ്യാനുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഏതായാലും കർത്താവ് പാവപ്പാമ്പിന്റെ തല ചതച്ചു. പക്ഷെ കർത്താവിന്റെ കുതികാലം അവനും ചതച്ചു. രണ്ടും ഒരേ വാക്യത്തിലെ പ്രവചനമാണ്. അപ്പൊ സ്ത്രീയുടെ സന്തതി സർപ്പത്തലയെ ചതയ്ക്കും, സർപ്പം അവന്റെ കുതികാലും തകർക്കും. ഈ കുതികാല് തകർക്കുമ്പോൾ കിടന്നു കൊടുക്കാനും അതിനെ അതിജീവിക്കാൻ കഴിവുള്ളവരെ ഈ ചവിട്ടാൻ പോവുള്ളൂ. ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു കിടപ്പുണ്ട്. പിന്നെ ഈ ചവിട്ട് കൊള്ളുന്നയാൾ നമ്മളെ കിടത്താൻ കഴിവുണ്ട്. കിടക്കാനും കൂടെ സൗകര്യം ഉള്ളവർക്ക് മാത്രമേ ചവിട്ടാൻ വിധേയാവസരം നൽകുകയുള്ളൂ. ഇതിനെല്ലാം റെഡിയായി കഴിഞ്ഞാൽ കൊല്ലം ഒത്തിരി ആയെങ്കിൽ ഇതെല്ലാം നടക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഈ ധ്യാനവും പ്രാർത്ഥനയും തുടരുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ കർത്താവിന്റെ വലിയ പദ്ധതിയുടെ ഒത്തിരി കാര്യങ്ങൾ ഇനി നടപ്പിലാകാനുണ്ട്. സ്ത്രീയുടെ സന്തതി സർവ്വനിലയെ ചതയ്ക്കാൻ വേണ്ടി എത്ര കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സ്ത്രീയെ കിട്ടാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നു. ഏന്തോട്ടത്തിൽ അത് പറഞ്ഞെങ്കിലും ഈ ഹവ്വായുടെ ഒരു കൊച്ചുമകളാണ് ആര്? കന്യകമറിയ. ഈ ഹവ്വായുടെ ആദാമിന്റെ ഒരു കൊച്ചുമകളാണ് ആ കന്യകമറിയാമിൽ നിന്ന് ജനിച്ച ആ സന്തതിയാണ് ഈ പാവപ്പാമ്പിന് തല ചതച്ചത്. അതിന് 1000 4000 കൊല്ലമെങ്കിലും കാത്തിരിക്കേണ്ടി വന്നു. 4000 കൊല്ലം കാത്തിരുന്ന് 30 വർഷം കാത്തിരുന്ന് തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാവുന്നവരെ തയ്യാറായി ഒരുങ്ങിയതിന് ശേഷമാണ് കർത്താവ് ഈ പാവപ്പാമ്പിനെ തോൽപ്പിക്കാൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. മരുഭൂമിയിൽ വെച്ച് തോൽപ്പിച്ച് അവൻ തോറ്റോടാൻ തുടങ്ങി. പക്ഷേ ഈ തോൽവിയും ഓടലും കഴിഞ്ഞാലും അവൻ നമ്മുടെ കാലിൽ ചുവട്ടി വരുന്നൊരു കാലമുണ്ട്. ഈ ഒത്തിരി ഘട്ടങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ വാതിൽ കിടക്കുന്ന പാമ്പിനെ നമ്മൾ ചതയ്ക്കാൻ കഴിവില്ലേ, ഓടിക്കാനെങ്കിലും കഴിയണം. കഥ തുറന്ന ഉടനെ ചവിട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ ഓടിക്കാനെങ്കിലും പഠിക്കണം. എങ്കിലേ ഉള്ളിലോട്ട് ഇറങ്ങാവൂ. നമ്മൾ കഥ തുറന്നപ്പോഴെല്ലാം പാവപ്പാമ്പിനെ ഓടിച്ചാണോ ഇറങ്ങിയത്? ഇല്ല. പാവപ്പാമ്പിനെ ഓടിക്കാതെ ഇറങ്ങിയാൽ അത് നമ്മുടെ അകത്തേക്ക് കയറാനോ നമ്മുടെ ഉള്ളിൽ കയറാനോ സാധ്യതയുണ്ട്. അതിന്റെ കെടുതികൾ നമ്മുടെ വീട്ടിലും നാട്ടിലും ഉള്ളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം സ്വയപരിശോധന ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കർത്താവിന് ഈ പാവപ്പാമ്പിനെ ഓടിക്കാൻ 30-ാം വയസ്സിലേ പറ്റുകയുള്ളൂ. അതുവരെ കർത്താവ് ഓടുകയായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട്
ഈ പാപപ്പാമ്പ് നമ്മളെ ഓടിക്കുന്ന ഒരു കാലം, പാപപ്പാമ്പിനെ നമ്മൾ ഓടിക്കുന്ന ഒരു കാലം, ആ കാലവും കഴിഞ്ഞതിന് ശേഷം അത് നമ്മുടെ കാൽച്ചോട്ടി വരുന്നൊരു കാലം, അതിനെ ചതയ്ക്കാൻ സാധിക്കുന്ന ഒരു കാലം, അതിനെ ചതച്ചതിന് ശേഷം നമ്മുടെ കുതികാല് തകർന്ന് കിടക്കുന്ന ഒരു കാലം. കർത്താവിന് 3 ദിവസം കിടക്കണമായിരുന്നു. നമുക്ക് അനേക വർഷങ്ങൾ ചിലപ്പം കിടക്കേണ്ടി വരും, അനേക വർഷങ്ങളോ മാസങ്ങളോ ചിലപ്പോൾ കിടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞേരി അതിനൊക്കെ തയ്യാറുള്ളവർക്ക് ഈ പണി പൂർത്തീകരിക്കാൻ സാധിക്കണമെന്നുള്ളത്. അതിനൊക്കെ തന്റെ ഇടവും തയ്യാറെടുപ്പുമുള്ള സമയമുള്ളവർക്ക് മാത്രമേ ഈ പണിയൊക്കെ ചെയ്യാൻ, അല്ലാത്തവരോ ഇതിനുവേണ്ടി കാത്തിരുന്ന് വളരണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോസ്തലനായ പൗലോസിന് ഇതെങ്ങനെ സാധിച്ചു? പാപപ്പാമ്പിന്റെ തലയതയ്ക്കുന്ന അതിന്റെ ആവശ്യം പൗലൂസിന് മനസ്സിലായി. പൗലൂസ് ഈ പാപപ്പാമ്പ് തലയതയ്ക്കുന്ന യേശുവിനെ വചനത്തിലൂടെ ഉൾക്കൊണ്ടിട്ട് തന്റെ ഹൃദയത്തിലും തന്റെ ഉദരത്തിലും തന്റെ ജീവിതത്തിലും ആ യേശുവിനെ സമൃദ്ധിയായിട്ട് വളർത്തി ഐശ്വര്യമായി സമൃദ്ധിയായി വളർത്തിയതിന് ശേഷമാണ് പാപപ്പാമ്പിന് തലയതയ്ക്കാൻ ആർക്ക് കഴിഞ്ഞത്? പൗലൂസിന് കഴിഞ്ഞത്. പൗലൂസിന് അങ്ങനെ അത് കഴിഞ്ഞതുകൊണ്ടാണ് യൂറോപ്പിൽ അനേക സഭകൾ ഉണ്ടാക്കാൻ സാധിച്ചു. 14 ലേഖനങ്ങൾ എഴുതിയതിന്റെ എല്ലാം പുറയിൽ അവിടെയെല്ലാം സഭകളുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ ജനിച്ച യേശുവിനെ വളർത്തിയതിന് ശേഷം, അവന് പ്രായപൂർത്തിയായതിന് ശേഷം കാലത്തിലെങ്കിലേ നമ്മുടെ പാപപ്പാമ്പിനെ നമുക്ക് ചതയ്ക്കാനൊക്കെ. അതുവരെ നമ്മൾ വളരാൻ വേണ്ടി അവനെ കണ്ട് ഓടേണ്ടി വരും, ഒളിച്ചിരിക്കേണ്ടി വരും, ഒതുങ്ങി പലയിടത്തും കഴിയേണ്ടി വരും എന്നുള്ള കാര്യം ഓർപ്പിക്കും. അപ്പോസ്തലനായ പൗലോസ് റോമാസഭയ്ക്ക് എഴുതുന്നത്, താൻ ഇങ്ങനെ കാത്തിരുന്ന് പാപപ്പാമ്പിന് തലയതിക്കുന്ന യേശുവിനെ താൻ വളർത്തി, ആ യേശു തന്നിൽ വളരുന്നത് എനിക്ക് തിരിച്ചറിയാമായിരുന്നു. ആ കാര്യം എവിടെ എഴുതിയിരുന്നത്? റോമർ 16:20 സമാധാനത്തിന് ദൈവത്തിന്റെ കാലിന്റെ കീഴെ വേഗത്തിൽ ചതച്ചു കളയുമെന്ന് പറഞ്ഞ് ചതച്ചു എന്നല്ല, തന്റെ ഉള്ളിൽ ആ പാപപ്പാമ്പിനെ ചതയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ സഭയെ കൊണ്ട് തളർത്തുന്നത്, റോമാ സഭയെ കൊണ്ട് ജയിപ്പിക്കാൻ വേണ്ടി അവരെ ഒരുക്കി മെരുക്കി അവരെ തയ്യാറാക്കി അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നേ പറഞ്ഞുള്ളൂ. ഗലാത്യർ 2:20 താൻ പറയുമ്പോൾ ഈ യേശു എന്നിൽ വളരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാലം നമ്മുടെ ഉള്ളിൽ യേശു വളരുന്നു. ആ യേശു വളർന്ന് തിന്മയെ തള്ളി നമ്മെ തീർക്കാൻ പ്രായമാകുമ്പോൾ മാത്രമേ ഇവനുമായിട്ടുള്ള യുദ്ധം പരസ്യമായി നേരിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ. കർത്താവിന് 30-ാം വയസ്സിൽ മാത്രം ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവിടെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള പിതാവിന്റെ സർട്ടിഫിക്കറ്റ് ഇട്ടുകഴിഞ്ഞാണ് അവർ രണ്ടുപേരും കൂടെ മരുഭൂമിയിൽ പോയി പോരാടി കർത്താവിനെ തോൽപ്പിച്ചത്. അപ്പൊ കർത്താവ് പിശാചിനെ തോൽപ്പിച്ച ഒരു നാളുണ്ട്. തോൽപ്പിച്ച നാൾ മുതൽ അവൻ ഓടാൻ തുടങ്ങി. അതുവരെ കർത്താവ് ഓട്ടമായിരുന്നു, ഒളിച്ചും പാത്തും നടക്കുകയായിരുന്നു. അപ്പൊ പിശാചിനെ കർത്താവ് തോൽപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തലചവിട്ടാനൊത്തില്ല, അവൻ നാണിച്ചോടി പോവുമായിരുന്നു. ഓടിപ്പോയപ്പോൾ അവൻ ഒളിച്ചിരിക്കാൻ പല സ്ഥലങ്ങളുണ്ടായിരുന്നു. അതാണ് ആദാമിന്റെ തലയോട്ടി. ആദാമിന്റെ തലയോട്ടിയിൽ പിശാചിനെ ഏറ്റവും അധികം സുഖകരമായി ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. കാരണം ആദ്യം പിശാച് തോൽപ്പിച്ചത് ആരെയാ? ആദാമിനെ ഹവ്വായെയും. അപ്പൊ ആദാമിന്റെ ഹവ്വയുടെയും കല്ലറയിൽ അവിടെ തലയോട്ടിക്കകത്ത് പിശാചിന് ഒളിച്ചിരിക്കാൻ ഇടമുണ്ടായിരുന്നുകൊണ്ട് തോറ്റയാൾ അങ്ങോട്ടങ്ങ് പോയി അവിടെ തല അതിനവിടെ ഒളിച്ചു വെച്ച് നാണിച്ച് അവിടെ പോയിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ തന്നെയും തലപൊക്കി പിന്നെയും പുറകെ വന്ന് പരീക്ഷിക്കാൻ പലതരത്തിൽ കർത്താവിനെ പിന്നെ അപ്പോഴെല്ലാം അവനെ തോപ്പിച്ച് വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 3.5 കൊല്ലം കർത്താവ് പിന്നെ രാത്രിയിൽ പ്രാർത്ഥിച്ച് തോപ്പിച്ചിട്ടാണ് പകൽ സമയത്ത് ശുശ്രൂഷകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ തൊട്ടാൽ മതിയായിരുന്നു, ഒന്ന് നോക്കിയാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിശാച് പോവുക. അപ്പൊ അതിന്റെ പുറകിൽ ഇത്രയും കാര്യമുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ രോഗശാന്തിക്ക് മുമ്പ്, ഭൂതോച്ചാടനത്തിന് മുമ്പ് ഈ യേശുവിനെ നമ്മൾ വളർത്തി പാപപ്പാമ്പിന്റെ മേൽ അധികാരം പ്രാപിച്ച് അവനെ നീക്കുവാൻ നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ സർവായുധ വർഗ്ഗങ്ങൾ ധരിച്ച് അങ്ങനെ കർത്താവിന്റെ മാതൃകയിൽ മാത്രമേ പറ്റൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ പെന്തിക്കൊസ്തിയിൽ കാത്തിരുന്ന ആത്മാവിൽ നിറഞ്ഞ് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിലും ശക്തിയിലും അധികാരത്തിലും അവരുടെ നിഴലേറ്റാൽ മതിയായിരുന്നു, പിശാച് പോകും, രോഗസൗഖ്യം കിട്ടുമായിരുന്നു, ഭൂതങ്ങൾ പോകുമായിരുന്നു, അവരുടെ ശരീരത്തെ ഒന്ന് തൊട്ടാൽ മതിയായിരുന്നു, അവരുടെ വസ്ത്രത്തിൽ നിന്ന് മുട്ടിയാൽ മതിയായിരുന്നു, അപ്പോൾ അവർക്കെല്ലാം ശക്തി ലഭിച്ചുകൊണ്ടിരുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിൽ യേശുവിനെ വളർത്താൻ സാധിക്കാമെങ്കിൽ നമുക്ക് താമ്രച്ചരിപ്പിട്ട് അവനെ ചതയ്ക്കുന്ന വേല നമ്മളെ കൊണ്ട് അവൻ ചെയ്യിപ്പിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അപ്പൊ റോമാലേഖനം 16:20 സാത്താനെ വേഗത്തിൽ താലിന്റെ കീഴിൽ ചതയ്ക്കുമെന്ന് 20-ാം വാക്യത്തിൽ പറഞ്ഞെങ്കിൽ അത് എപ്പോഴാണെന്നുള്ള കാര്യം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അവനെ വേഗത്തിൽ ചവിട്ടാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കുറവ് എന്നാ, കാര്യം എന്നാ എന്നുള്ള 19-ാം വാക്യത്തിലുണ്ട്. ആ 19-ാം വാക്യം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? റോമർ 16:19 വാക്യത്തിൽ നിങ്ങളുടെ അനുസരണം പൊതുവെ എനിക്ക് പ്രസിദ്ധമായിരിക്കുന്നു,
അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും ഒരേ വാചകത്തിന്റെ പല ഭാഗങ്ങളാണിത്. നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം സാധിച്ചാൽ മാത്രമേ പാപനെ വേഗത്തിൽ ചവിട്ടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞേക്കുക. അപ്പൊ പൗലോസ്ലീഹ തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ ഭാഗമാകുന്നവരെ ധൈര്യം തേനും കൊണ്ട് ജീവിച്ച് യേശുവിനെ താൻ വളർത്തി. യേശുവിനെ ജീവിക്കുന്നു എന്ന് ഗലാത്യർ 2:20 പറഞ്ഞു. പൗലോസ് അറേബ്യയിൽ പോയി തപസ് ചെയ്തു. വെളിപ്പാട് ലഭിച്ച ശേഷം, മാമോദിസ ആയതിനു ശേഷം, അഭിഷേകം കിട്ടിയതിനു ശേഷം പ്രസംഗം തുടങ്ങുമല്ലായിരുന്നു. സാമ്പിളിലൊന്ന് പ്രസംഗിച്ച് കാണിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ പറയുന്ന എല്ലാവരും ഒന്നും കേൾക്കുകയില്ല, സാമ്പിളൊന്ന് പ്രസംഗിച്ചു. നീ ഇപ്പൊ യേശുവിന്റെ പക്ഷത്ത് വന്ന കാര്യം അറിയാൻ വേണ്ടി മാത്രം അവിടെ ഇവിടെയൊക്കെ ഒന്ന് പ്രസംഗിച്ചു വേഗം പൊക്കോളാൻ പറഞ്ഞു, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. പൗലോസിന് ആഗ്രഹം ഉണ്ടായിരുന്ന ഉടനെ പരിപാടി തുടങ്ങിയാൽ കൊള്ളാവുന്നത്. പക്ഷേ കർത്താവ് വിലക്കിയിട്ട് എന്നാ പറഞ്ഞു, നീ വേഗം അറേബ്യയിൽ പൊക്കോളാൻ പറഞ്ഞു. മരുഭൂമിയിൽ പോയി നഷ്ടപ്പെട്ട ഏദൻതോട്ടം വീണ്ടും പണിയണം. മരുഭൂമിയിൽ ഏദൻതോട്ടം പണിത്, ആദാമിന്റെ ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ട ഏദൻതോട്ടം വീണ്ടും പണിത്, ആ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും എല്ലാം നിറച്ചു വെച്ചതിന് ശേഷം സമയമാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ മരുഭൂമിയിലെ ഏദൻതോട്ടം പണി കഴിഞ്ഞാണ് പൗലോസ്ലീഹ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. അതുകൊണ്ടാണ് ചെന്നിടത്തെല്ലാം തൊട്ടവർക്കും കണ്ടവർക്കും നിഴലടിച്ചവർക്കും എല്ലാം അനുഗ്രഹം, കേൾക്കുന്നവരെല്ലാം മനസാന്തരപ്പെടുക. അതിന് ഒരു ഗ്രൂപ്പ് എതിരാകുക, ഒരു ഗ്രൂപ്പ് അനുകൂലമാകുക, അവർ തമ്മിൽ അതിന്റെ ഇടയ്ക്ക് അടി കൊള്ളുക, ഏറുകൊള്ളുക, അതും പ്രയോജനപ്പെടുത്തുക. ഇതെല്ലാം പൗലോസ് പ്രയോജനപ്പെടുത്തുന്ന പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നമ്മുടെ വാതിൽ കിടക്കുന്ന പാവനെ നമുക്ക് ചവിട്ടാനൊക്കുന്നില്ല? അതിന്റെ കാരണം റോമർ 16:19 അനുസരണം. നിങ്ങളുടെ അനുസരണം പൊതുവെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അപ്പൊ അനുസരണത്തിൽ കൂടെ മാത്രമേ പാപപ്പാമ്പിനെ തലയാതിക്കുന്ന ശക്തി നമുക്ക് ആത്മനിറവുണ്ടാകുകയുള്ളൂ. അപ്പൊ ആത്മനിറവ് വചനാനുസരണമുള്ള നമ്മുടെ നീക്കങ്ങൾ, കൊച്ചു കാര്യം പോലും വചനം അനുസരിച്ച് ചെയ്യുന്നതൊക്കെ യേശുവിനെ വളർത്തിയിട്ട് ആത്മാവിൽ നിറഞ്ഞ് ബന്ധുക്രിസ്തുവിന്റെ അനുഭവം 100 ആകുള്ളൂ. ഇപ്പൊ റോമാസഭയ്ക്ക് അനുസരണം ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ പാപപ്പാമ്പിന്റെ തലയറിയുന്ന സമയം വളരെ അടുത്തിരിക്കുന്നു, വളരെ വേഗത്തിൽ അത് നടക്കാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് കൊടുത്തത്. നിങ്ങൾ അനുസരണമുള്ളവരായതുകൊണ്ട് നിങ്ങൾ തിന്മയ്ക്ക് അജ്ഞന്മാരും നന്മയ്ക്ക് ജ്ഞാനികളുമായി വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വേഗത്തിൽ ആ കാര്യം സമാധാനത്തിന്റെ വേഗത്തിൽ സാധാരണ നിങ്ങളുടെ കാലിന്റെ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അപ്പൊ കൃപയുണ്ടായിരിക്കണം. അത് മാത്രമല്ല, വേഗത്തിൽ അവനെ ചവിട്ടുവാൻ തക്കവണ്ണം ഈ അനുസരണവും നന്മയാൽ തിന്മയെ ജയിക്കുന്ന ആ സർവായുധവർഗവും തിന്മയ്ക്ക് അജ്ഞന്മാരും നന്മയ്ക്ക് ജ്ഞാനികളുമായി തീരുന്ന നന്മയെ മാത്രം അറിയുകയും തിന്മയെ അറിയാതെ അതിൽ നകന്നു പോവുകയും ചെയ്യുന്ന അനുഭവം വന്നാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനൊക്കെ ഉള്ളൂ. ആദാമിനും ഹവ്വയ്ക്കും ഉണ്ടായ ജിജ്ഞാസ ഇതൊന്നും അറിയണമെന്നായിരുന്നു. വിലക്കപ്പെട്ട പഴം കഴിച്ചാൽ നന്മയും തിന്മയും തിരിച്ചറിയാമല്ലോ, ദൈവത്തെ പോലെ ആകാമെന്നൊക്കെ പറഞ്ഞ് വിശാചം കളിപ്പിച്ചു. പക്ഷേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു, പക്ഷെ ചെയ്തു തന്നെ തിന്മ. അപ്പൊ നന്മയും തിന്മയും അറിഞ്ഞാൽ തിന്മയെ തള്ളാനുള്ള ശക്തിയുള്ളവരെ ഇത് അറിയാവൂ, അല്ലാതെ അറിയാതെ ഓടിപ്പോയേക്കാ നല്ലത്. നന്മയും തിന്മയും അറിഞ്ഞു പോയോ തിന്മയെ തള്ളാനുള്ള തന്റെ ഇടം കയ്യിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നന്മയാൽ തിന്മയെ ജയിക്കുന്ന ശക്തി ആർജിക്കുന്നവരെയും ജീവന്റെ പ്രകടമായ യേശുവിൽ മറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. നമ്മളെ യുദ്ധക്കളത്തിലേക്ക് അവൻ വിടണമെങ്കിൽ ആത്മാവിൽ നിറഞ്ഞിരിക്കണം. ആത്മാവിൽ നിറഞ്ഞ് നന്മയാൽ തിന്മയെ ജയിക്കുന്ന ആയുധവർഗങ്ങളുമായി അവന് തലയറിക്കാനുള്ള താമ്രചെരുപ്പും അവന്റെ വാലയെ പിടിച്ച് സൗന്ദര്യത്തിൽ എറിയാനുള്ള തന്റെ ഇടവും കിട്ടിയാലേ മാത്രമേ കർത്താവ് യുദ്ധത്തിനോടുള്ളൂ. അതുവരെ കർത്താവ് നമ്മളെ നമ്മുടെ ഉള്ളിൽ അത്യുന്നതിന്റെ മറവിൽ മറച്ചു വെക്കുക. ആ മറച്ചു വെക്കുന്ന സമയം കൊണ്ട് വളർന്നോണം. ആ വളരുന്ന സമയത്ത് വളർന്നതിന് ശേഷമേ കർത്താവ് നമ്മളെ യുദ്ധത്തിനുള്ളിലുള്ളൂ. നമ്മൾ തന്നെ പോകാം. തന്നെ ചിലപ്പോൾ തോന്നുന്നു ആർക്കായി നോക്കിക്കളയാവുന്നത്. നമ്മൾ തന്നെ അവിടെ ചെന്ന വിശാദിന് ഒരു പേടിയില്ല. യേശുവിന്റെ നിയോഗപ്രകാരം യേശുവിനെ അണിഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് പുരോഹിതന്മാർ ഈ അംശവസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത്. പുരോഹിതന്റെ കഴിവല്ല ഇവിടെ. യേശുവിനെ ഇതുപോലെ വസ്ത്രം ധരിക്കുന്ന പോലെ ധരിച്ചുകൊണ്ട് സർവായുധവർഗം ധരിച്ചാണ് ഈ ചെരുപ്പിട്ടുകൊണ്ട് ഈ പാവപ്പാമൻ തലയതയ്ക്കുന്നത്. അതിനുശേഷം കുതിയാലും മുടക്കി വന്ന് തളർത്തിയിടുകയും ചെയ്യും. കുർബാനയില്ല കഴിഞ്ഞാൽ അതിന് കിടക്കണമെന്ന് തോന്നും. കാര്യം എന്നാ? പിന്നെ കുതിയാലും മുടക്കി തളർത്തി ഇടുക എന്നുള്ള ഈ വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി മണിക്കൂറുകൾ കിടന്ന് ഉറങ്ങേണ്ടി വരും. പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗ്രത ഞരങ്ങി മൂളി കിടക്കേണ്ടി വരും. കാര്യം എന്നാ? പാപപ്പാമ തലയെ വെച്ചേച്ച് കുതിയാലും മുടക്കിയും കൊണ്ട് കിടക്കേണ്ടി വരും. കർത്താവ് 3 ദിവസം കിടന്നാൽ 3 മണിക്കൂറെങ്കിലും ചിലപ്പോൾ കിടക്കേണ്ടി വരും. ആ പറഞ്ഞതിന്റെ അർത്ഥം അത് ഇതിനകത്തുള്ളതാണ് എന്നുള്ള കാര്യം പറഞ്ഞ് അതിനകത്തും കർത്താവിന്റെ കൃപ കിട്ടുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നെങ്കിലേ ഈ പാപപ്പാമ്പിന്റെ പ്രശ്നം തീരൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ കാര്യം സാധിക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ യേശു ഈ പാപപ്പാമ്പിന്റെ തലയെ ചെയ്യുന്നിടത്തോളം വളരുന്നത്?
അതെങ്ങനെയാണെന്നുള്ള കാര്യം കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് കൊലോസ്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ ആ കാര്യം അതാണ് ഇന്ന് വായിച്ച് കേൾപ്പിച്ച കാര്യം. കൊലോസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് പാപഭാവന തലയറിക്കാൻ പറ്റിയ തരത്തിൽ അവരെങ്ങനെ വളർച്ച പൂർത്തിയാകും, അവർക്ക് എങ്ങനെ അത് സാധിക്കും എന്നുള്ള ഒരു സൂചനയുണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 10 മുതൽ താഴോട്ട് വായിക്കുന്നു. എന്റെ കൂട്ടുവേലക്കാരനായ അരിസ്തർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. അപ്രകാരം തന്നെ ബർന്നബാസിന്റെ ബന്ധുവായ മർക്കോസും, അവനെക്കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ, അവൻ നിന്റെ ഇടത്തിൽ വന്നാൽ അവനെ കൈക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് യുസ്തോസ് എന്ന് വിളിക്കപ്പെടുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ നിന്ന് ഇവർ മാത്രമാണ് ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായി എനിക്ക് ആശ്വാസമായി തീർന്നത്. നിങ്ങളിൽ ഒരുവനായി ക്രിസ്തുയേശുവിന് ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ പക്വതയുള്ളവരും ദൈവഹിതമെല്ലാം പൂർണ്ണ നിശ്ചയത്തോടുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. 12-ാം വാക്യത്തിൽ എപ്പഫ്രാസിനെ പോലെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ പുറയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ വളർച്ച പ്രാപിക്കാൻ സാധിക്കൂ എന്നിവിടെ ഒരു സൂചനയുണ്ട്. നമ്മളെ കൊണ്ട് തന്നെ പറ്റുകയില്ല. എപ്പഫ്രാസ് എന്ന് പറഞ്ഞ ആളിന് അങ്ങനെ ഒരു പ്രത്യേക കൃപാവരം ഉണ്ടായിരുന്നു. എന്താ അയാളുടെ പ്രത്യേകത? നിങ്ങൾ പക്വതയുള്ളവരും ദൈവഹിതത്തിലെല്ലാം പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. അപ്പൊ പോരാട്ട പ്രാർത്ഥന നിങ്ങൾക്കറിയാം, പുസ്തകത്തിലെ പ്രാർത്ഥന എല്ലാം അറിയാം അല്ലേ? കുർബാനക്രമത്തിലെ പ്രാർത്ഥന അച്ഛന്മാർക്ക് എല്ലാം അറിയാം. കുർബാനക്രമത്തിലെ പുസ്തകത്തിലെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും അറിയാം. പക്ഷേ പോരാട്ട പ്രാർത്ഥന നിങ്ങൾക്കറിയാവൂ. അങ്ങനെ ഒരു പോരാട്ട പ്രാർത്ഥനയും കൂടെ ഉണ്ട്. അതും കൂടെ പഠിച്ചെങ്കിൽ മാത്രമേ യേശു കുഞ്ഞ് വളരൂന്ന് ആരും ഓർമ്മിക്കണം. അപ്പൊ എപ്പഫ്രാസിന്റെ കൃപാവരം കാണുന്ന നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ എപ്പഫ്രാസിനെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ? എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സഭയെ പൂർണ്ണതയുള്ളവരാക്കാൻ അങ്ങനെ പ്രാർത്ഥനാപരമുള്ളവർ നമുക്ക് വേണം. നമ്മുടെ ബുധനാഴ്ച യോഗം നിങ്ങളെല്ലാവരും ആ പ്രാർത്ഥനാപരമുള്ളവരാക്കാൻ വേണ്ടിയാണെന്ന് കാര്യം. അതുകൊണ്ട് ബുധനാഴ്ച വരെ മുടക്കാവും, ബുധനാഴ്ച വരെ മുടക്കരുത്. ബുധനാഴ്ച എന്ന് പറയുന്ന ദിവസത്തിലെ എല്ലാവരും ഒത്തൊരുമിച്ച് ഐക്യകൂട്ടായ്മ നടത്തി നമുക്ക് കൃപകളും കൃപാവരങ്ങളും ജ്വലിപ്പിച്ച് നമ്മളെ മറ്റുള്ളവരെയും വളർത്തിയാലേ കല്യാണത്തിന് പോക്ക് നടക്കുള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് പോക്ക് നടക്കില്ല. എല്ലാവരും കൂടി ഒരുങ്ങിയാലേ കല്യാണ മണ്ഡപത്തിൽ എത്താനും ഒക്കുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം കല്യാണം നടക്കണമെങ്കിൽ ഈ പൂർണ്ണ പക്വതയിൽ എത്താനുണ്ട്. നിങ്ങൾ പക്വതയുള്ളവരും ദൈവഹിതത്തിലെല്ലാം പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നമുക്കിപ്പോൾ തന്നെ എപ്പഫ്രാസിനെ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കാം. എപ്പഫ്രാസിനെ ഞങ്ങൾക്ക് ഈ കൃപാവരമാണ്, ഞങ്ങൾ ബുധനാഴ്ച യോഗത്തിനും വരണം, ഇന്നും വരണം, എപ്പോഴും വരണം, ഞങ്ങൾക്ക് ഈ കൃപാവരം ഒന്ന് കിട്ടിയാൽക്കുള്ള ഞങ്ങൾ അപൂർണരായി. അപൂർണതയുള്ളവർക്ക് മാത്രമേ യുദ്ധത്തിൽ പോകാൻ സാധിക്കും. പൂർണ്ണതയില്ലാത്തതുകൊണ്ട് നമ്മൾ വിളുണ്ടായിരിക്കുന്നതുകൊണ്ട് അടി കൊള്ളുകയല്ലാതെ അടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇതാണ് നമ്മുടെ. അപ്പൊ കർത്താവ് ഒന്ന് അടി കൊണ്ടോട്ടെന്ന് വിചാരിക്കുന്നത് അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ എന്ന് വിചാരിച്ചാൽ. അപ്പൊ അടി കൊണ്ടുപോയി തന്നെ പറയണ്ടേ? കർത്താവ് സമ്മതിച്ചു, അടി കൊള്ളുന്നുണ്ട്, അടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ വളർന്നിട്ടില്ല എന്ന് സമ്മതിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പക്വതയുള്ളവരും ദൈവഹിതത്തിലെല്ലാം പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്ക് ലവോദിക്കയിലുള്ളവർക്കും ഹിയപോലിസുകാർക്കും വേണ്ടി അവൻ വളരെയധികം അധ്വാനിച്ചിരുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ്. വൈദ്യനായ പ്രിയ ലൂക്കോസും ദയമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പോ ലവോദിക്കയിലെ സഹോദരന്മാർക്കും നംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവീൻ. നിങ്ങളുടെ ഈ ലേഖനം വായിച്ച ശേഷം ലവോദിക്ക സഭയിലും വായിപ്പിക്കണം. ലവോദിക്ക സഭയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കണം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ലവോദിക്ക സഭയുടെ ലേഖനം? ലവോദിക്ക സഭയുടെ ലേഖനം വായിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കുറവ് നമുക്കില്ലേ? ഉണ്ട്. ആ കുറവ് പരിഹരിക്കണം. അപ്പൊ ലവോദിക്ക സഭയ്ക്ക് കൊടുത്ത സന്ദേശം ഏതാന്ന് നിങ്ങൾക്കറിയാവോ? തപ്പി പോയപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞ ദിവസം. ഈ ലവോദിക്ക സഭയുടെ സന്ദേശം നമുക്കെങ്ങനെ കിട്ടും? അതിനെക്കുറിച്ച് ഏതശാസ്ത്രന്മാർ ഗവേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം, ജയിലിൽ കിടന്നുകൊണ്ട് കർത്താവ് ഈ പൗലോസിന് കൊടുത്തതായ നിർദ്ദേശപ്രകാരം ലവോദിക്ക സഭയെയും കൊലോസ്യ സഭയെയും ഫിലോമോനെയും ഒക്കെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കുവാൻ വേണ്ടി പല ലേഖനങ്ങൾ എഴുതി അതെല്ലാം കൊടുത്തയക്കുകയായിരുന്നു പറയുന്നത്. ചിലരുടെ കയ്യിൽ. ആരുടെ കയ്യിലാണ് ലേഖനം കൊടുത്തയച്ചെന്നറിയാവോ? നിങ്ങളുടെ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിലും വായിപ്പിക്കണം. ലവോദിക്കയിൽ നിന്നുള്ള നിങ്ങളും വായിക്കണം. അർഹിപ്പോസിനോട് കർത്താവിൽ നിങ്ങൾക്ക് ലഭിച്ച ശിക്ഷ നിറവേറ്റുവാൻ ശ്രദ്ധിക്കണമെന്ന് പറയുക. പൗലോസായ എന്റെ സ്വന്തം കൈയാൽ വന്ദനം എഴുതുന്നു. എന്റെ ബന്ധനങ്ങൾ ഓർത്തുകൊള്ളുകയും കൃപ നിങ്ങളോട് ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഈ
പൗലോസ് ഈ ലേഖനം കൊടുത്തയച്ചത് ആരുടെ കയ്യിലാണെന്നുള്ള കാര്യം 10-ാം വാക്യത്തിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിരന്തരം പ്രാർത്ഥിക്കുകയും സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുകയും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും എന്റെ ബന്ധനത്തിന്റെ കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നുതരേണ്ടതിന് പ്രാർത്ഥിക്കണം. ഞാൻ സംസാരിക്കേണ്ട രീതിയിൽ അത് വെളിപ്പെടുത്തേണ്ടതിന് തന്നെ പുറത്തുള്ളവരുടെ ജ്ഞാനത്തോടെ പെരുമാറുകയും സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളെ സംസാരം എപ്പോഴും കൃപയോടും കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുത്തിലേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങൾ ഒരുവനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനും അവനോടുകൂടെ ഉണ്ട്. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളെ അറിയിക്കും. അപ്പൊ ആരാ ലേഖനം കൊണ്ട് പോയത്? ഒനേസിമോസും തിഹിക്കോസും കൂടെ, രണ്ടുപേരും കൂടെ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ അവസ്ഥയെ അറിയുവാനും അവൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ ആശ്വസിപ്പാൻ ഞാൻ അവനെ നിങ്ങളെ അയച്ചിരിക്കുന്നു. നിങ്ങൾ ഒരുവനായ ഒനേസിമോസ്, അതുപോലെ തന്നെ അതിന് മുമ്പ് പറഞ്ഞ ആള് തിഹിക്കോസ്. അപ്പൊ തിഹിക്കോസ് ഒനേസിമോസ് ഫിലേമോന്റെ അടിമയായിരുന്നു. അവിടുന്ന് ഓടിപ്പോയി പൗലോസിനെ കണ്ട് മാനസാന്തരപ്പെട്ട് സത്യവിശ്വാസിയായി ശുശ്രൂഷകനായി പൗലോസിന്റെ സഹായകനായി. ഇപ്പം ഇവർ രണ്ടുപേരും കൂടെയാണ് ഈ ലേഖനവുമായിട്ട് പോകുന്നത്. അപ്പൊ കൊലോസ്യ ലേഖനവും ലവോദിക്ക ലേഖനവും ഫിലമോനുള്ള ലേഖനം, ഈ 3 ലേഖനങ്ങളും ഇവർ രണ്ടുപേരും കൂടെ കയ്യിൽ വെച്ച് ഈ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ലവോദിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ സന്ദേശം തന്നെയാണ് എഫേസ്യക്കാർക്കും വേണ്ടിയിരുന്നത്. അന്നേരം എന്താ ചെയ്തെന്നറിയാവോ? അതിനൊരു കോപ്പി എടുത്തിട്ട് എഫേസ്യർക്ക് ഇങ്ങോട്ട് എഴുതി. അപ്പൊ അത് എഫേസ്യർക്ക് ലേഖനമായി. മനസ്സിലായോ? അപ്പൊ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന് കൊലോസ് ലേഖനം തമ്മിൽ ശകലം വ്യത്യാസം. ഈ ലവോദിക്ക സഭയ്ക്ക് തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ലവോദിക്ക സഭയ്ക്ക് കൊടുത്തയച്ച ആ എഴുത്തിന്റെ മുകളിൽ ലവോദിക്ക സഭയ്ക്കെന്ന് എഴുതി. അതിന്റെ കോപ്പി എടുത്തിട്ട് അറ്റേടത്തോട്ട് എഫേസ്യ സഭയ്ക്കെന്ന് എഴുതി. അത്രയ്ക്ക് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലവോദിക്ക സഭയുടെ ലേഖനം വായിക്കണമെങ്കിൽ എഫേസ്യ ലേഖനം വായിച്ചാൽ മതിയെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ പേടിക്കണ്ടല്ലേ? അപ്പൊ അത് നഷ്ടപ്പെട്ടെന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ കയ്യെഴുത്ത് പ്രതികൾ പലർക്കും എഴുതി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഒരേ ആശയം പലർക്ക് അയക്കണമെങ്കിൽ ഇപ്പോഴും ഒരു എളുപ്പമാർഗമുണ്ട്. ഒരു എഴുത്തങ്ങോട്ട് എഴുതിയിട്ട് അത് സീറോസ് കോപ്പി എടുത്തിട്ട് ആ ബ്ലാങ്ക് കിടക്കുന്നിടത്ത് ഇന്നയാൾക്ക് എഴുതിയാൽ പോരെ. ഒരേ ആശയം പലർക്ക് വേണമെങ്കിൽ പേര് മാറി എഴുതി എന്ന് പറഞ്ഞ പോലെ അപ്പോസ്തലനായ പൗലോസ് അവിടെ ഇരുന്നുകൊണ്ട് ഈ ലേഖനം പലർക്ക് പല സ്ഥലത്തേക്ക് എഴുതിയിട്ടുണ്ട് എന്ന് കാര്യം ഓർപ്പിക്കണം, കൊടുത്തയക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ലവോദിക്ക സഭയുടെ അതേ സന്ദേശം തന്നെയാണ് എഫേസ്യ സഭയ്ക്കുള്ളത്. ആ എഫേസ്യ സഭയുടെ ലേഖനം അവസാനിക്കുന്ന കർത്താവിന്റെ കൃപ നിങ്ങളോട് ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ, അപ്പൊ കൊലോസ്യ ലേഖനം അവസാനിക്കുന്ന എങ്ങനെയാന്ന് നോക്കി, കൃപ നിങ്ങളോട് ഉണ്ടായിരിക്കും. അപ്പൊ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നതോടെയാണ് കൃപ ഇരിക്കുന്നതെന്ന് എഫേസ്യ സഭ ആ ലേഖനത്തിന്റെ അവസാനം പ്രത്യേകം കൂട്ടിച്ചേർക്കും. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശു നമ്മുടെ ഉള്ളിൽ ഐശ്വര്യമായി, വചനം നമ്മുടെ ഉള്ളിൽ ഐശ്വര്യമായി വസിക്കുമ്പോഴാണ് ഈ യേശു ക്രിസ്തു നമ്മൾ വളരുന്നെന്നുള്ളൊരു കാര്യം ഏത് വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അറിയാവും? എത്രാമത്തെ വാക്യത്തിലാണ്? ഈ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ ഈ 18 വാക്യങ്ങളുള്ള ഇതിനകത്ത് അങ്ങനെ ഒരു വാചകമുണ്ട്. ഒരാശംസയാണത്. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി വസിക്കട്ടെ, അവൻ നിങ്ങളെ വാഴട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നു. യേശു നിങ്ങളെ ഭരിക്കട്ടെ എന്ന് പറയുന്നു. ആ വാക്ക് നിങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ. അത് എത്രാം വാക്യമാണ്? അത് 14-ാം വാക്യം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ വചനം ഐശ്വര്യമായി വസിക്കണം, അവൻ നമ്മളെ വാഴുകയും വേണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, പ്രസംഗിച്ചു കേട്ട വചനം ഐശ്വര്യമായിട്ട് വളരുന്നുണ്ടോ? ആ യേശു നമ്മളെ വാഴുന്നുണ്ടോ? ഈ 2 കാര്യം നടക്കുമ്പോഴേ താമ്രച്ചെരുപ്പ് കിട്ടിയിട്ട് പാവപ്പാവനെ ചവിട്ടാൻ. ഇപ്പൊ നമ്മളുടെ ഉള്ളിലെ യേശു വളരാത്തതിന്റെ കാര്യം എന്നാ? ഐശ്വര്യമായിട്ട് അതിന് നമ്മുടെ അകത്ത് വളരുന്നില്ലാതെ ഒരു കോണി കിടക്കുക.
അത് ചിലതൊക്കെ പക്ഷി ഒത്തിക്കൊണ്ട് പോകുന്നു, ചിലത് മണ്ണിനിടെ വേരില്ലാതെ കിടക്കുന്നു. ഇങ്ങനെയൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പാവപ്പാവിനെ ചതയ്ക്കാനൊക്കാത്തത്. അപ്പൊ പൗലോസിന്റെയും കൊലോസ്യ സഭയുടെയും ഈ സഭയിലുള്ളവർക്കൊക്കെ ഐശ്വര്യമായിട്ട് വചനം അവിടെ ഹൃദയത്തിൽ വളർന്നുകൊണ്ടേയിരുന്നു. അവരെ വാണത് യേശുവായിരുന്നു. നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ദൈവമേ നിന്റെ രാജ്യം വന്ന് നീ എന്നെ ഭരിക്കുന്നതിനാ നന്ദി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം സ്വർഗസ്വനായ പിതാവെ ചൊല്ലിക്കൊണ്ട് നടക്കുക. സ്വർഗസ്വനായ പിതാവെ ചൊല്ലിയതിനു ശേഷം കർത്താവേ നീ എന്റെ രാജാവായതിനാ നിനക്ക് സ്തുതി എന്നും കൂടെ പറയാൻ സാധിക്കണം എന്നുള്ള പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങൾ സാധിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ അനുഭവം ലഭിക്കും. പരിശുദ്ധ കന്യമറിയാം പാപപാപന് ചലരിക്കുന്ന ശുശ്രൂഷയിൽ കുരിശിന് ചുവട്ടിൽ നിന്നപ്പോൾ 33.5 കൊല്ലം മുമ്പ് മാലാഖായിൽ നിന്ന് കേട്ടതായ വചനം മാതാവിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു ഐശ്വര്യമായിട്ട് അങ്ങ് വളരാൻ തുടങ്ങി. അത് ഉദരത്തിലേക്ക് മാറി ഒരു കുഞ്ഞായിട്ട് വളരാൻ തുടങ്ങി. ആ കുഞ്ഞ് മാതാവിന്റെ രക്തവും ശരീരം വലിച്ചെടുത്ത് അസ്ഥി മാംസമുള്ള ശരീരമായിട്ട് അങ്ങ് മാറി. യേശുവിന്റെ ശരീരത്തിന്റെ കാര്യമേ അത് മാതാവിന്റെ ശരീരത്തിന് എടുത്തതായി അസ്ഥി മാംസമൊക്കെ. മാതാവിന്റെ ശരീരത്തിന് എടുത്ത അസ്ഥി മാംസമാണ് കർത്താവിന്റെ ശരീരം അസ്ഥി മാംസമുള്ള ശരീരമായി മാറിയത് ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് യേശു സംശയം തീർക്കാൻ വേണ്ടി അവരോട് എന്റെ അസ്ഥി മാംസമുള്ള ശരീരം തൊട്ടു നോക്കാൻ പറഞ്ഞു. ഭൂതമാണെന്ന് പറഞ്ഞു മേടിച്ച്, ഞാൻ ഭൂതമൊന്നുമല്ല, ഭൂതത്തിന് അസ്ഥി മാംസമൊന്നുമില്ല, ചുമ്മാ ഒരു മായക്കാഴ്ചയെന്നേ ഉള്ളൂ. എനിക്ക് അസ്ഥി മാംസമുണ്ട്, ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണ്, നിങ്ങൾ തൊട്ടു നോക്കാൻ പറഞ്ഞു. ഈ അസ്ഥി മാംസമുള്ള ഉയർത്തെഴുന്നേറ്റ ശരീരം എവിടെ നിന്ന് കിട്ടിയതാ? മാതാവിൽ നിന്ന് കിട്ടിയതാ. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ അസ്ഥി മാംസമുള്ള ശരീരമായി അവനെ വളർത്തുവാൻ നമ്മുടെ ഉള്ളിൽ കർത്താവിന് വളരാൻ നിങ്ങൾ ഐശ്വര്യമായിട്ട് വളരാൻ സമ്മതിക്കുന്നുണ്ടോ? ഇപ്പൊ കുർബാന അനുഭവിക്കാൻ പോവാ. ഇപ്പൊ എന്നാ കുർബാന തരുന്നതിന് മുമ്പ് ഇത് പറഞ്ഞെന്നറിയാവോ? മാതാവിന്റെ ഉദരത്തിലേക്ക് ചെന്ന് യേശു തന്നെ നിങ്ങളുടെ ഉദരത്തിലേക്ക് വരാൻ പോവാന്ന് മനസ്സിലായോ? മാതാവിന്റെ ഉദരത്തിലേക്ക് പോയ യേശുവിന്റെ ശരീരം വളർന്ന് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവർ പാവപ്പാമനെ ചതിക്കുന്നവരായി തീർന്നത്. അപ്പൊ ഈ കുർബാന അനുഭവം എന്ന് പറയുന്നത് മാതാവിന്റെ ഉദരത്തിൽ യേശു വളർന്ന പോലെ തന്നെ നമ്മുടെ ഉദരത്തിലേക്ക് അവനെ തരാൻ പോവാണ്. അവൻ നമ്മുടെ ഉദരത്തിലുള്ള നമ്മളിൽ നിന്ന് രക്തം ശക്തിയും വലിച്ചെടുത്ത് അസ്ഥി മാംസമുള്ള യേശുവായിട്ട് വളരണം. നമ്മുടെ ഉള്ളിൽ യേശു അസ്ഥി മാംസമുള്ള ആളായി മരിച്ചു വേറെ സ്വർഗാരോഹണം ചെയ്താലേ നമ്മുടെ കൈയും കാലും അവനെ ചവിട്ടുന്നതിന് കഴിവുള്ള മാതായിട്ട് അങ്ങനെയാണ് വേഗത്തിൽ അവൻ നിന്റെ കാലിന്റെ കീഴിൽ അവൻ ചവിട്ടുമെന്ന് പറഞ്ഞ അനുഭവം റോമാസഭയ്ക്കുണ്ടായി. ഇങ്ങനെ കുർബാന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടിയാണ് ഇപ്പൊ നിർത്തിവെച്ചത്. അപ്പം ഇങ്ങനെ കർത്താവിന്റെ ശരീരം നിങ്ങളുടെ ഉള്ളിലേക്ക് വായിലൂടെ ഉദരത്തിലേക്ക് തരാൻ പോവുക. അപ്പൊ കന്യമറിയാമിന്റെ ഹൃദയത്തിലേക്ക് വചനം കയറിയതുപോലെ നമ്മുടെ ഹൃദയത്തിൽ വചനം കയറണം. ആ വചനം ഐശ്വര്യമായിട്ട് അവിടെ വളരണം. ആ യേശു തന്നെ നമ്മളെ ഭരിക്കുകയും വേണം. അപ്പോൾ മാതാവിനും 12 അപ്പോസ്തലന്മാർക്കും 120 പേർക്ക് ലഭിച്ച അതേ അനുഭവം നമുക്ക് ലഭിച്ച് നമുക്ക് പാവപ്പാമ്പിനെ ചവിട്ടുന്ന കാല് കിട്ടും. പാവപ്പാമ്പിന് തല ചവിട്ടിക്കഴിഞ്ഞാൽ അവൻ നമ്മുടെ കുതികാല് തകർന്നാൽ കർത്താവിനോട് നമുക്ക് കിടക്കാനൊക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാലയെ പിടിച്ച് നമുക്ക് അതിനെ എറിയാനും സാധിക്കും. വേണോ? വേണ്ടിയവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടിയാണ് വിശുദ്ധ കുർബാന എന്ന കാര്യം ഓർപ്പിക്കുന്നത്. കർത്താവെ ഇന്നത്തെ വിശുദ്ധ കുർബാന അനുഭവം മാതാവിന്റെ ഉദരത്തിൽ കർത്താവ് എഴുന്നള്ളി വളർന്ന് ഉയർത്തെഴുന്നേൽ സ്വർഗാനം ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും മാമോദീസയിൽ ജനിച്ച് യേശുവിനെ വളർത്തി ഐശ്വര്യമായ ഹൃദയത്തിൽ വചനം വളർന്ന് അങ്ങനെ ഞങ്ങൾ നിന്നെ സാക്ഷിക്കുന്നവരും നിന്റെ തലയോട് ചേരുന്ന ഉടലുമായി കർത്താവിന്റെ അസ്ഥിയും മാംസവുമായി ഉള്ള ഉടലായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാവങ്ങളോടും അശുദ്ധിയോടും യാത്ര പറയുന്നു. വിശുദ്ധ കുർബാന ശിക്ഷാവധിക്ക് പ്രതികാരത്തിനാകരുത്. യൂദാ കുർബാന അനുഭവിച്ച് കിട്ടിയാന്ന് പോലെ ആകരുത്. അത് യോഹന്നാനും മാതാവും ഒക്കെ ആ വിശുദ്ധ കുർബാന അനുഭവം യേശുവിനെ വളർത്തിയത് പാപപ്പാമ്പിനെ ജയിക്കുന്ന ആ അവസ്ഥയിൽ എത്തിയതുപോലെ ഞങ്ങൾ ആർക്കും സഹായിക്കണമെന്ന് യേശുവിന് വാതിക്കൽ കിടക്കുവാൻ നിന്നോടാകുന്ന ആഗ്രഹം ഞങ്ങളെ കേട്ടല്ലോ. കർത്താവെ ഞങ്ങളെ പഠിപ്പിച്ചു. എന്നാൽ വാതിക്കൽ കിടക്കുന്ന പാവപ്പാമ്പിനെ കർത്താവെ ചവിട്ടിക്കളയാൻ കഴിയാതെ അതിനെ ഓടിക്കാൻ കഴിയാതെ കർത്താവെ ഞങ്ങളെ പുറത്തിറങ്ങിയതുകൊണ്ട് അത് ഞങ്ങളെ കീഴടക്കി സമ്മതിച്ച് ഞങ്ങൾക്ക് കയറി അതിനെ കീഴടക്കാൻ കഴിയാൻ ഞങ്ങളെ അത് കീഴടക്കി കളഞ്ഞു. ഞങ്ങളെ പാവപ്പാമ്പിന് ഞങ്ങൾ അധീനരായി പാവപ്പാമ്പിന്റെ സ്വഭാവത്തിലും പാവപ്പാമ്പിന്റെ രീതിയിലും ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ ഇന്നു മുതൽ കർത്താവെ പാവപ്പാമ്പിന്റെ കർത്താവെ തലയെ തകർക്കണമെങ്കിൽ അതിനെ ഓടിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാമെന്ന് ഞങ്ങളോട് പഠിപ്പിച്ചല്ലോ. കർത്താവ് ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് അതിനെ ഓടിക്കാൻ കഴിയാതെ ഞങ്ങൾ പുറത്തിറങ്ങിയതുകൊണ്ടാണ് അന്ന് ഞങ്ങളെ പിടിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ അതിനെ ഓടിക്കാൻ ശക്തി കിട്ടുന്നവരെ അകത്തിരുന്ന് കർത്താവ് ശക്തി പ്രാപിപ്പാനുള്ള ദൈവത്തിന്റെ വലിയ ശക്തി ഞങ്ങളിലേക്ക് അവിടെ ഒഴുക്കി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പാവപ്പാമ്പിനെ തകർത്ത് കളയണമെങ്കിൽ താമ്രത്തിന്റെ ചെരുപ്പ് വേണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. താമ്ര ചെരുപ്പുള്ളവർക്ക് പാവപ്പാമ്പിനെ ചവിട്ടാൻ സാധിക്കുള്ളൂ. ഞങ്ങൾക്ക് ഇന്ന് പാവപ്പാമ്പിനെ തകർക്കാനുള്ള താമ്രത്തിന്റെ ചെരുപ്പില്ലാത്ത ചെരുപ്പ് കിട്ടണമെങ്കിൽ അതിന് കർത്താവിന്റെ സമയം കാത്തിരുന്ന് ശക്തി പ്രാപിച്ചിട്ട് മാത്രമേ കർത്താവെ ചെരുപ്പ് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ
ഞങ്ങൾക്ക് അതിനെ ചവിട്ടാനുള്ള ആ താമരപ്പാമ്പിന്റെ ചെരുപ്പില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവ്. ചെരുപ്പുള്ളവരുടെ അടുക്കൽ വന്നിട്ട് ആ താമരപ്പാമ്പിനെ കൊണ്ട് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വളർത്തിയ പാപത്തിന്റെ പാവപ്പാമ്പുകളെല്ലാം തന്റെ ആ ചെരുപ്പുള്ളവരെ കൊണ്ട് ചവിട്ടുവാനുള്ള വികാരമൊന്നും നൽകി കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതിന് പാവപ്പാമ്പിനെ ചവിട്ടാൻ സമാധാന സുവിശേഷത്തിന് കാലിന് ചെരുപ്പാക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു പൗലോസ്ലീഹായിലൂടെ. കർത്താവെ സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കണമെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സമാധാനത്തോടെ ജീവിക്കാനോ സമാധാനമാവുന്ന യേശുവിനെ ജീവിപ്പിക്കാനോ യേശുവിന് വേണ്ടി ജീവിക്കാനോ കഴിയുകയില്ല. പൗലോസ്ലീഹാ യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിച്ചപ്പോൾ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് എനിക്ക് മരിക്കുന്ന ലാഭമാണെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ച യേശു ക്രിസ്തുവിനെ മാത്രം ആഗ്രഹിച്ച് യേശു ക്രിസ്തുവിനെ തലയോളം വളർന്നു കഴിഞ്ഞപ്പോൾ സമാധാന സുവിശേഷത്തിന്റെ കാലി കിട്ടിക്കൊണ്ട് കർത്താവെ പൗലോസ്ലീഹാ ആ പാവപ്പാമ്പിനെ ചവിട്ടിക്കളഞ്ഞത്. പാവപ്പാമ്പിനെ ചവിട്ടിക്കളഞ്ഞാൽ കർത്താവെ കിടക്കാനുള്ള അവസര സമയം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കിന്ന് കിടക്കാനുള്ള സമയമില്ല, കാത്തിരിക്കാനുള്ള സമയമില്ല, ജീവിക്കാനുള്ള സമയമില്ല, ദൈവത്തിന് വേണ്ടി ഒന്നും മാറ്റിവെക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ആ പാവപ്പാമ്പിനെ ഞങ്ങൾക്ക് ചവിട്ടാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ തന്നെ കാല് ചെരുപ്പം ഞങ്ങൾക്ക് കിട്ടാത്തതിന് സമാധാന സുവിശേഷ കാലിന് ചെരുപ്പാക്കാൻ കഴിയാത്തതിന് കാരണം ഞങ്ങൾക്ക് കാത്തിരിക്കാൻ സമയമില്ല, കിടക്കാൻ സമയമില്ല. കർത്താവ് പോലും 3 ദിവസക്കാലം പാവപ്പാമ്പിനെ അവിടുന്ന് അതിനെ ചവിട്ടിക്കളഞ്ഞിട്ട് കിടക്കേണ്ടി വന്നു കർത്താവ്. എന്നാൽ 3 മണിക്കൂറെങ്കിലും 3 ദിവസമെങ്കിലും കിടക്കേണ്ടി വരും, 3 വർഷമെങ്കിലും കിടക്കേണ്ടി വരും. എന്നാൽ ഇതിനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പണിയൊന്നും കിട്ടാത്തതെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതിന്റെ കാരണം ഞങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ദൈവം ഞങ്ങളോട് ക്ഷമിച്ചിട്ട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും, കുതിരാലുകളെ തകർക്കും എന്ന് പറഞ്ഞു. എന്നാൽ സ്ത്രീയുടെ സന്തതി കാത്തിരുന്ന ഒരു സ്ത്രീയെ കിട്ടാൻ വേണ്ടി അനേക വർഷങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധ കന്യാമറിയാമിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഉദരത്തിൽ യേശുകുഞ്ഞ് ജനിച്ച് ആ യേശുകുഞ്ഞിനെ കൊണ്ട് പാവപ്പാമ്പിന്റെ തലയെ തകർത്ത് കളഞ്ഞ് അത് കുതികാൽ പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടു. എന്നാൽ കുതികാലിന് പിടിക്കുമ്പോൾ അത് കിടന്നു കൊടുക്കുന്ന ഒരു അവസരം ഉണ്ടാകും. എന്നാൽ അതിനെ ചവിട്ടാൻ കഴിയാത്തപ്പോൾ ഞങ്ങളുടെ കുതികാലിന് പിടിക്കുന്ന ഞങ്ങൾക്ക് കിടക്കാൻ സമയമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ ഞങ്ങളെ വിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, ആ പാവപ്പാമ്പിന് കീഴടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെ മാറ്റുവാൻ ദൈവമേ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പാവപ്പാമ്പിനെ ചവിട്ടണമെന്ന് നന്മയ്ക്ക് ജ്ഞാനിയാകണം, തിന്മയ്ക്ക് അജ്ഞാനിയാകണം. ഇതുവരെ ഞങ്ങൾ നന്മയ്ക്ക് ജ്ഞാനിയായിട്ടില്ല, തിന്മയ്ക്ക് അജ്ഞാനികളായി ഞങ്ങൾ ഇന്ന് ജീവിക്കാമെന്ന് സമ്മതിക്കുന്നു. ഞങ്ങളുടെ തിന്മയുടെ അവകാശങ്ങളെ പൂർണ്ണമായി ദുരിതീകരിക്കൊല്ലപ്പെടും കർത്താവേ. ഞങ്ങൾക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനെ, വിവേകത്തിന്റെ ആത്മാവിനെ, സ്വർഗത്തിലെ പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ, ഉയർത്തിലെ ജ്ഞാനം തന്നെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ഞങ്ങൾ നന്മയ്ക്ക് ജ്ഞാനിയും തിന്മയ്ക്ക് അജ്ഞാനിയുമായി മാറുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അതിനെ ചവിട്ടണമെങ്കിൽ അനുസരണം വേണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അനുസരണം ഉള്ളവർക്ക് മാത്രമേ പാവപ്പാമ്പിനെ ചവിട്ടാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ വചനത്തോടുള്ള ഒരു അനുസരണം, ദൈവത്തിന്റെ കൽപ്പന ലഭിച്ചിട്ടുള്ള ഒരു സ്നേഹം, ദൈവത്തിന്റെ കൽപ്പന ദൈവത്തെ ഭയപ്പെടുന്ന ഒരു അനുഭവം, ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങൾക്ക് അനുസരണം തീരെ ഇല്ല കർത്താവേ. അനുസരണം വെട്ടവരാണ് ഞങ്ങളൊന്ന് സമ്മതിക്കുന്നു. ഈ അനുസരണക്കേടിനോടൊന്ന് വിട പറയുവാൻ, അനുസരണം ഉള്ളവരായി മാറുവാൻ, ഞങ്ങൾ വചനം അനുസരിക്കുന്നവരായി തീരുവാൻ, കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്ന സ്നേഹമായി തീരുവാൻ അതിന് കൃപ വേണമെന്ന് പറഞ്ഞു. കൃപ കർത്താവിനെ സ്നേഹിക്കുന്നവർക്കാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് കൃപകൾ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരോടുകൂടെ കൃപയിരിക്കും. ആ കൃപയിൽ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കർത്താവെ ജീവിക്കാൻ സാധിക്കുള്ളൂ. ആ എബ്രായനെ പോലെ ഞങ്ങൾ ദൈവ സന്നിധിയില് വിശുദ്ധരായി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കണമെങ്കിൽ ഭക്തി കൂട്ടുള്ള ഒരു പ്രാർത്ഥന, ഞങ്ങൾക്കിന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കാൻ കുർബാനക്കൊണ്ടൊന്ന് നോക്കി വായിക്കാനല്ലാതെ ഞങ്ങൾക്കൊരു ഭക്തിയോടുള്ള ഒരു പ്രാർത്ഥന അറിയത്തില്ല. ഞങ്ങൾ ഇതുവരെയും കർത്താവ് ഒരു മധ്യസ്ഥ യാചിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ യാചിക്കുകയാണല്ലേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നുകർന്ന് ഭക്തിയോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ. ആ വിലോമോനെ കുറിച്ച് കർത്താവെ ഞങ്ങൾ കേട്ടു. അവിടുന്ന് അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഓരോ സിംഹനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളും കടന്നു വരുമ്പോൾ അതിനായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് വന്നിട്ട് വചന പരിശുദ്ധമായി ഹൃദയത്തിൽ വസിക്കുന്നവർക്ക്, ദൈവത്തിന്റെ വചനം വസിക്കുന്നവർക്ക് മാത്രമേ പാവപ്പാമ്പിനെ ചവിട്ടിക്കളയാൻ സാധിക്കൂ. അതിനെ മാത്രമേ വചനമായ യേശു ക്രിസ്തുവിനെ വളർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വചനം ഐശ്വര്യമായി വളർത്താനുള്ള ആ അനുഭവം ഇന്നു മുതൽ തന്ന് വചനം അനുസരിച്ച് വചനം ഐശ്വര്യമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് അതിനെ കർത്താവെ പരിശുദ്ധ മാതാവിനെ ആ ഉദരത്തിൽ യേശുക്കുഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ അസ്ഥി മാംസമായി തീർന്നുപോലെ ഞങ്ങൾ യേശുവിന്റെ അസ്ഥി മാംസമായി മാറി. ഞങ്ങൾ യേശുവിന്റെ അസ്ഥി മാംസവും ഞങ്ങൾ യേശു ഞങ്ങളുടെ അസ്ഥി മാംസമായി ഞങ്ങൾ യേശു ഞങ്ങളിൽ വസിക്കുന്ന ആ ഒരു ക്രിസ്തുവിന്റെ തലയോളം വളരുന്ന ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കുന്ന, പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിക്കുന്ന ആ കാലയളവിലെയും ഞങ്ങൾ മാറി മറിഞ്ഞ് നീതി അനുഭവിക്കുവാൻ കാത്തിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് വേണ്ടപോലെ വളരാൻ സാധിക്കുന്നില്ല. യാതൊരു സഭയെക്കുറിച്ച് ആ വെളിപാട് പുസ്തകത്തിൽ ഞങ്ങൾ കേട്ടു കഴിഞ്ഞു. ആ കർത്താവ് എഫേസ്യ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുറവുകൾ മാറ്റാനും ആ സഭയുടെ ആ അതുപോലെ അനുഭവം ഞങ്ങൾക്ക് ആക്കി തീർക്കാനും എഴുത്തിലുള്ള കാര്യം ഞങ്ങൾ പഠിച്ചതുപോലെ ആ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അവിടുന്ന് പ്രബോധിപ്പിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് യേശുവിനെയാണ്. യേശുവിനെ അല്ലാതെ കാര്യം വേണ്ട, ഒന്നിനും വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം മതി. യേശു തരുന്നത് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി, തരുന്നത്
കർത്താവെ. ഇന്ന് ഞങ്ങൾ തിരിച്ചു കൊടുത്ത് വളർത്തിയ പാവപ്പാമ്പിനെ ചവിട്ട് വളർത്തുന്ന കർത്താവെ അവിടുത്തെ ഔഷധത്തെ സമർപ്പിക്കുന്നു. കർത്താവെ അവിടുന്ന് പഠിച്ചിരിക്കുന്ന ആ താങ്കൾ ചെരുപ്പുപയോഗിച്ച് സമാധാന സുവിശേഷത്തിന്റെ കാലിന്റെ ധരിപ്പുപയോഗിച്ച് തന്റെ ഔഷധത്തിലൂടെ ഇന്ന് ഭാഗമാകുന്നത് ചവിട്ടി മാറ്റിക്കെട്ടി സമുദ്രത്തിൽ വിട്ട് ഇന്ന് ചെയ്യുന്ന പകരം കൊടുത്ത് ഇന്ന് ചെയ്യുന്ന വലിയ വേലകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഉദരാളികൾ തകർക്കുമ്പോൾ കിടക്കുവാനുള്ള ശക്തിയാലോ